മുൻ ഗുസ്തി താരവും കിസാൻ കോൺഗ്രസ് വർക്കിംഗ് ചെയർമാനുമായ ബജ്രംഗ് പുനിയയ്ക്ക് വധഭീഷണി. വിദേശ ഫോൺ നമ്പറിൽ നിന്ന് വാട്സാപ്പിലൂടെയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെയാണ് വധഭീഷണി ഉണ്ടായത്. ഗുസ്തി താരമായ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയ്ക്കൊപ്പം കോൺഗ്രസിൽ ചേർന്നിരുന്നു. ദില്ലി AICC ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് ഇരുവരും കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ ശേഷം വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പുനിയയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ കണ്ടിരുന്നു. രാഷ്ട്രീയത്തിൽ സജീവമാകണമെന്ന ആഗ്രഹം അടുപ്പമുള്ളവരോട് വിനേഷ് പങ്കുവച്ചിരുന്നു. കർഷക പ്രതിഷേധത്തിൽ കഴിഞ്ഞ ദിവസം വിനേഷ് ഫോഗട്ട് പങ്കെടുത്തതും ചർച്ചയായിരുന്നു. അതേസമയം ഹരിയാനയിൽ സീറ്റ് വിഭജനത്തിൽ ആം ആദ്മി പാർട്ടിയുമായുള്ള ചർച്ച കോൺഗ്രസ് തുടരുകയാണ്. ആം ആദ്മി പാർട്ടിക്ക് കൈകൊടുക്കുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് താൽപര്യമില്ലെങ്കിലും സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആം ആദ്മി പാർട്ടി നേതാവ് രാഘവ് ചദ്ധയുമായും 3 വട്ടം ചർച്ച നടത്തിയിരുന്നു. 90-ൽ 10 സീറ്റ് വേണമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ നിലപാട്. 7 വരെ ആകാമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇന്ത്യൻ കോൺഗ്രസിന്റെ ബിഗ് ഡേ ആണെന്നാണ് KC വേണുഗോപാൽ പ്രതികരിച്ചത്. വിനേഷിന് 9 വയസ്സുള്ളപ്പോൾ അച്ഛൻ വെടിയേറ്റ് മരിച്ചതാണെന്നും വിനേഷിന്റെ ധൈര്യമാണ് അവരെ ഇവിടെ വരെ എത്തിച്ചതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. വിനേഷിന്റെ മെഡൽ നഷ്ടമാണ് അടുത്ത ഏറ്റവും വലിയ നഷ്ടം. രാജ്യത്തിന് ഇവരുടെ ജീവിതയാത്ര അറിയാം. ആത്മാഭിമാനവും മര്യാദയും ഉയർത്തിപ്പിടിച്ച് ഗുസ്തി ഫെഡറേഷനെതിരായ സമരം നയിച്ചവരാണിവർ. രാജ്യം ഇവരോടൊപ്പം നിന്നു. ഇവർ കർഷകർക്കൊപ്പം നിന്നു. സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചു. കോൺഗ്രസിന് അഭിമാന നിമിഷമാണിത്. പല താരങ്ങളും പല പാർട്ടികളിലുണ്ടെന്നും അതെല്ലാം ഗൂഢാലോചനയാണോ എന്നും KC വേണുഗോപാൽ ചോദിച്ചു. വിനേഷും പുനിയയും കോൺഗ്രസിൽ ചേരുന്നതിനെ ബ്രിജ്ഭൂഷൺ വിമർശിച്ചിരുന്നു. സത്യം ഇവിടെയാണെന്ന് തിരിച്ചറിഞ്ഞാണ് ഇരുവരും കോൺഗ്രസിൽ ചേർന്നതെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. രാജിക്ക് ശേഷം വിനേഷിന് റെയിൽവേ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്ന് KC വേണുഗോപാൽ ആരോപിച്ചു. രാഹുൽ ഗാന്ധിക്കൊപ്പം നിന്ന ചിത്രം പത്രങ്ങളിൽ കണ്ടാണ് നോട്ടീസ് അയച്ചത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് വാർത്തകളിലുണ്ടെന്ന് നോട്ടീസിലുണ്ട്. പ്രതിപക്ഷ നേതാവിനെ കാണുന്നത് കുറ്റകൃത്യമാണോ എന്നും KC വേണുഗോപാൽ ചോദിച്ചു.